ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, അതിൻ്റെ ക്യാപ്ഷൻ വളരെ ക്യാച്ചിങ് ആണ്. അതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വേടൻ വലയിലായി എന്നിന്ന്. ഓരോ പേരുമൊക്കെ ഇട്ട് ഇതുപോലെ കുറേ കൊനാമ്പിച്ചുകളൊക്കെ കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് കണ്ടാലും ഈ ചെണ്ടപ്പുറത്ത് കോല് വീണാൽ ആൾ കൂടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് റാപ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇപ്പം ചിലർക്കൊക്കെ എന്തുമാത്രം കയ്യടിയൊക്കെ കിട്ടുന്ന ആളുകളുണ്ടെന്നറിയാം ഇതിനകത്ത്. അതിലെ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചിലർ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ റാപ്പേഴ്സ് എന്നൊക്കെ ഉള്ള പേരിലുള്ള ആളുകൾ അവരിങ്ങനെ കുറേ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ മുടിയും താടിയൊക്കെ വളർത്തി അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ അവർക്ക് തോന്നും ഈ കലാകാരനാകണമെന്നുണ്ടെങ്കിൽ കഞ്ചാവ് വലിക്കണം, നിർബന്ധമാണ്. മദ്യപിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഇത് പോയി. മദ്യപാനം എന്നൊക്കെ പറയുന്നതൊക്കെ അത് വലിയ ശല്യമായത് പോയി. അവിടെ പോയി ക്യൂ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇതൊക്കെ കുടിച്ച് ഇതൊക്കെ വലിയ ശല്യം. അപ്പോൾ അതിലുമൊക്കെ എളുപ്പം ഇത് കൈ കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ കഞ്ചാവ്, അതുപോലെ തന്നെ MDMA എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചില്ലേ കലാകാരനാകത്തില്ല എന്നാണ് പലരുടെയും തോന്നൽ. അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കഥ എഴുതുന്നു, എഴുതണമെന്ന് അയാൾ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും, കഞ്ചാവ് ഒക്കെ പുകച്ച് അതുമൊക്കെ പുകച്ചാലേ ഇയാൾക്ക് എഴുത്ത് വരത്തുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു മിഥ്യാബോധമാണത്. അപ്പോൾ അങ്ങനെയാണ് ഈ കലാകാരന്മാരെന്ന് പറയുന്നവർ ഒരുപാട് പേര് നശിച്ചു പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും യഥാർത്ഥ കലാകാരൻ തന്നെ ആയിരിക്കും. പാടാൻ കഴിവുള്ളവരുണ്ട്. ഈ പാടാൻ കഴിവുള്ളവരും അതുപോലെ ചിലപ്പം ഈ ഡാൻസ് ചെയ്യുന്നവർ, ഈ പറയുന്നത് പോലെ ഈ റാപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇതൊന്നും ഇല്ലാതെ ഉമ്മാർക്ക് ഇതേ കലാപരിപാടികളൊക്കെ കാണിക്കാൻ പറ്റും കേട്ടോ. അത് ശ്രമിക്കാതെ ഇത് ചെയ്യുക. എന്നിട്ട് മാത്രം ഇതിൽ ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ഒരാൾ, അവന് പേരിട്ടേക്കുന്നത് വേടൻ എന്നാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ വേണം ഇവർക്ക് എന്നുള്ളൊരു ധാരണയാണ് വേടൻ. അപ്പം ഈ വേടനെ ആ പേരിട്ട് വേടനായിട്ട് അഭിനയിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ട് അനുഭവിച്ചു പോയിട്ടുണ്ട് ഇപ്പം കേട്ടോ. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്നു ഒരുപാട് പണവും കിട്ടും. ഇയാൾ പോകുന്ന ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്നിടത്തൊക്കെ ഭയങ്കര ചെറുപ്പക്കാരുടെ വലിയ കൂട്ടമാണ്, നല്ല തിരക്കാണ്, വലിയ ബഹളമാണ്. ആ രീതിയിലാണ്. കാരണം ഇത് ഇങ്ങനെ നിന്ന് തുള്ളി കാണിക്കല്ലയോ. ആ തുള്ളുന്ന കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച അതായത് ഈ ഹിരൺദാസ് മുരളി, അതായത് ഈ വേടൻ എന്ന് പറയുന്ന ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ, മക്കളെ ആരും ഈ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കരുത്, ഡ്രഗ്സ് വേണ്ട, അമ്മയും അച്ഛനും കിടന്ന് കരയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ, നശിച്ചു പോവും നമ്മൾ, അടുത്ത തലമുറ നശിച്ചു പോവും എന്നെല്ലാം പറഞ്ഞ് വലിയ ഉപദേശങ്ങളൊക്കെ നല്ല നീളത്തിൽ കൊടുത്ത് വിളമ്പി. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എടാ ഇത് ഇയാൾ ഇങ്ങനെ ഏതായാലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പം ഇവൻ ഇതായിരിക്കത്തില്ല, ഇവൻ ഈ ശീലമൊന്നും കാണത്തില്ല എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാ ധാരണയൊക്കെ. കാരണം ഇയാളെ എക്സൈസുകാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവൻ ഇവിടെ എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റ്, അവനും അവൻ്റെ കൂട്ടുകാരും ഏതാണ്ട് 8 പേരും കൂടെ ചേർന്ന് അവിടെ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. ഇവനെ ഒരു മാസത്തിൽ 3-4 ദിവസമേ അവിടെ വരാറുള്ളൂ. പക്ഷേ ആ ഫ്ലാറ്റ് വന്ന് പരിശോധിച്ചപ്പോഴാണ് കാണുന്നത്, അതിനകത്ത് ഈ കഞ്ചാവ് ഒരു 6 ഗ്രാം കഞ്ചാവ് അതേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മാർ വലിച്ചു കാണും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാവ് തൂക്കിയെടുക്കാനുള്ള ഡിജിറ്റലായിട്ടുള്ള ത്രാസ് കേട്ടോ, ബാലൻസ്, ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ പരിശോധിച്ച് വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 9.5 ലക്ഷം രൂപ അത് ഈ പ്രോഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. അതിന് വെച്ചാൽ അത്രയും വരുമാനം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവനൊക്കെ എങ്ങനെ ചീത്തയാവാതിരിക്കുന്നത്? ഈ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള വരുമാനമൊക്കെ, കണക്കില്ലാത്ത പണമൊക്കെ കാണുമ്പോൾ അത് പിന്നെ അതിനകത്ത് അതിൻ്റെ പുറകെ MDMA വരും, അല്ലെ കൊക്കൈൻ വരും, ഇതെല്ലാം വന്ന് കയറും. ഇത് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഉപയോഗിച്ചേ പറ്റൂ. പിന്നെ ഇതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ അഡിക്ഷൻ സെൻ്ററുകളിലെങ്ങാനും പോയി അവിടെ ട്രീറ്റ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ പോയി ട്രീറ്റ് ചെയ്യണം, അല്ലാതെ ഇത് ഒരു കാരണവശാലും മാറത്തില്ല. മാറിയെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ മാറ്റിയെടുക്കാൻ വലിയ ബന്ധപ്പാടാണ്.
ഇപ്പോൾ വലിയ മദ്യപാനികൾ അവർക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ മദ്യം ഇല്ലാതിരുന്ന മൊത്തം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചത്തുവും പലപ്പോഴും. കാരണം കാർഡിയാക് അറസ്റ്റൊക്കെ വരും. അപ്പോൾ ഇത് കാരണം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, അതങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്ത സംഭവം പോക്കാം. അപ്പോൾ ഇത് എന്നെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ ഡോസ് കുറച്ച് ഇവർക്ക് മദ്യം കൊടുക്കാതെ പറ്റത്തില്ല, കൊടുത്തില്ലേ അവൻ ചത്തുപോകും. അത് കാരണം അതങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ഗ്രാജുവലായിട്ട് ശകലം ഇതങ്ങ് മാറ്റും. അങ്ങനെ മാറ്റാനേ പറ്റുള്ളൂ. പക്ഷേ ഈ മയക്കുമരുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നോ അല്ല. മയക്കുമരുന്ന് ഇതേപോലെ ഡോസ് കുറച്ച് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിന് വേറെ മരുന്നൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് മരുന്നുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഒൺലി തിങ്, അതായത് ഒറ്റ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സോടുകൂടി ആളുകൾ പോകണം ഇതിന്. കാരണം എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ, കാരണം അങ്ങ് അഡിക്റ്റായിപ്പോയി. ഇനി ഈ ഇത് ഇപ്പോൾ ഈ കഞ്ചാവ് കണ്ടെടുത്തത് മാത്രവും പണം കണ്ടെടുത്തതും അല്ല പ്രശ്നം. ഇത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സെക്ഷൻ 27 NDPS ആക്ട് അനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് പോലീസുകാർക്ക് തന്നെ യഥാർത്ഥത്തിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടാം ഇവരെ. അപ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 8 പേരെയും അങ്ങനെ ജാമ്യത്തിൽ വിട്ടു. ഇയാളെ പിന്നെ വിടാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? ഇയാളെ പരിശോധിച്ച് വന്നപ്പോൾ ഇയാളെ ഈ വേടൻ എന്നുള്ള ഇതല്ലേ വരുന്നത്, വേടന് മഴു വേണമല്ലോ. ഇത് ആളുകളെയൊക്കെ വെട്ടിക്കൊല്ലാൻ വലിയ സാധനമാണ് ഈ മഴു എന്നൊക്കെ പറയുന്നത്. വളരെ വലിയ ഉപദ്രവമുള്ള ആയുധമാണ് അത്. ആംസ് ആക്ട് അനുസരിച്ച് ഒഫൻസാണ്. പിന്നെ വേറെ ഏതാണ്ട് വലിയ കത്തി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വേടൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തതോടുകൂടി ആംസ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് വരും. അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം കിട്ടുന്ന കാര്യമല്ല. പിന്നെ അടുത്തത്, ഇയാൾ ഏതാണ്ട് ഒരു കഴുത്തേലൊരു മാല ഇട്ടിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ അതിനകത്തൊരു പുലിയുടെ പല്ല്. അപ്പോൾ ഇത് ആരാണ്ട് കൊടുത്തതാണ്, ആരാണ്ടായിരുന്നോ വാങ്ങിച്ചാണ്. ഇവന്മാർക്ക് ഇതൊക്കെ ഇല്ലാതെ പറ്റത്തില്ല, വേടനല്ലേ. അപ്പോൾ പുലിയുടെ പല്ലും ഒക്കെ വേണം. ആർട്ടിഫിഷ്യൽ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഒറിജിനൽ പല്ല് പുലിയുടെ. അപ്പോൾ എന്തായാലും പുലി വാ തുറന്ന് നിന്നും കൊടുക്കത്തില്ലല്ലോ ഈ പല്ലെടുക്കാനായിട്ട്. ഈ പുലിയെ തല്ലി കൊന്ന് അല്ലെ വെടിവെച്ച് കൊന്ന് അതിൻ്റെ പല്ല് ആരോ എടുത്തത് ഈ അവന് കിട്ടിയേക്കുന്നതാണ്. ഏതായാലും ആ പല്ല് എടുത്തു. ഒരു അനിമലിൻ്റെ ഭാഗം യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൈൽഡ് ആനിമലിൻ്റെ വലിയൊരു ഒഫൻസാണ് കേട്ടോ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസാണ്. അപ്പം പിന്നെന്താ, അത് വനപാലകർക്ക്, നമ്മുടെ ഫോറസ്റ്റുകാർ വന്ന് കയറി അവർക്കൊക്കെ കൊടുക്കണം. അവർ കേസെടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ആയാലും അകത്താ വലിയ പാടാണ് ഇതിന്ന് ഊരിപ്പായി. അപ്പോൾ വേടൻ്റെ ഏതാണ്ടൊരു ബുദ്ധിമുട്ട് വന്നത് നമ്മൾ കണ്ടല്ലോ. ഇതൊന്നും മനസ്സിലാക്കണം. ഓരോരുത്തർ ഈ പുലിനഖം കൊണ്ട് മാല കെട്ടണമെന്നും പറഞ്ഞ് ഉള്ള ഒറിജിനൽ പുലിനഖം അന്വേഷിച്ചാൽ പോവല്ലോ. നിങ്ങൾ ഒറിജിനൽ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് മാല കെട്ടിയിട്ട് ഒറിജിനലാണെന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇതില്ലാതെ ഒറിജിനൽ പുലിനഖം ഇട്ടാൽ വളരെ വലിയ അപകടമാണ്. അതേപോലെ തന്നെ ഈ മോതിരം ഒക്കെ കിട്ടുമ്പോൾ ആനവാല് ആൾക്ക് വേണം. ആനയുടെ വാല് പറിച്ചെടുത്ത് ഇതൊക്കെ ചെയ്യും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ അത് കാണാൻ ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷേ അതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ വരും. പുലിനഖം, പുലിയുടെ പല്ല്, ഇതൊക്കെ എന്തുവാ ഇതിൻ്റെ പ്രത്യേകത? ഇതെന്താ കാര്യം? ഇതിനകത്ത് എന്തായിരിക്കുന്നത് ചിന്തിക്കണം. ഇതിപ്പോൾ ഏതായാലും ഈ വേടൻ എന്ന് പറയുന്ന ആള് വളരെ വലിയ കുരുക്കിൽപ്പെട്ടു. ബുദ്ധിമുട്ടാണ് ഇനി അതിൽ നിന്ന് ഊരിപ്പാൻ. ഉടനെ ഒന്നും ഈ റാപ്പർക്ക് തുള്ളി ആളുകളെ കാണിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ മനുഷ്യന് ആത്മാർത്ഥത ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? ഇവനെല്ലാവരും ഉപദേശിച്ചു, ആരും ഡ്രഗ് ഉപയോഗിക്കരുത്, മയക്കുമരുന്നൊന്നും ഉപയോഗിക്കരുത്, തലമുറ നശിവും, അച്ഛനമ്മമാർ കരയുക. ഇവൻ അച്ഛനും അമ്മയൊന്നും ഇല്ലേ കരയായി? ഇത് ചിന്തിക്കേണ്ട കാര്യം. എന്നിട്ടാണ് അവൻ ഇതും ചെയ്തുകൊണ്ടാണ് ബാക്കി ആളുകളെ ഉപദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യരുതെന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആത്മാർത്ഥത ഇല്ലാത്ത ഒരു വർത്തമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാൻ പാടില്ല. ഏതായാലും അനുഭവിക്കാനുള്ളത് വരാനുള്ളത് വഴി തങ്ങത്തില്ല എന്ന് പറയുമല്ലോ, അത് തന്നെ സംഭവിച്ചു.